ഹലോ. എന്താ മോളെ, 4 മണിയായില്ലേ? നിങ്ങൾ വരുമെന്ന് വിചാരിച്ച അച്ഛൻ എവിടെയും പോവാതെ കാത്തിരിക്കുക. അച്ഛാ, ഉടനെ വന്നേക്കാം. രാകേഷ് ഇതുവരെ എത്തിയിട്ടില്ല. പതിവ് പോലെ അച്ഛൻ നോക്കിയിരിക്കും, നിങ്ങൾ വരില്ല. ഇന്ന് ഇങ്ങനെ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ദേ എത്തിട്ടോ. വാടോ. മിസ്റ്റർ അലക്സ്, മൈ ഫ്രണ്ട്. ഹലോ സുധ. ആ, താനിരിക്കാൻ ഞാനിപ്പോ. ആ, പുള്ളി ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ പറ്റി സംസാരിക്കാൻ വന്നതാ. ആ, പിന്നെ ഫ്രൈ ഐറ്റം വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോ, വേഗം വേണം. Fantastic, fantastic, Rakesh. Your done it superb, I say. One for the road. Oh no, Come on, no, come on. No, Rakesh. Come on. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. എല്ലാം പറഞ്ഞതുപോലെ Okay. ജനുവരി 10th മുമ്പ് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. Oh, thanks a lot. Okay. സുധേ, വിളിക്കണ്ട, ഉറങ്ങി കാണും. ഗുഡ് നൈറ്റ്. good night, good night. See you. Bye. Keep your manners. He is my guest. അയാൾ ഇറങ്ങുമ്പോ അവിടെ വന്നാലെന്താ? അഡ്വക്കേറ്റ് ചന്ദ്രശേഖര മേനോന്റെ മകളുടെ അഭിമാനം ഇടിഞ്ഞു പോകും. 4 മണി മുതൽ ഞാൻ കാത്തിരിക്കാണെന്ന് രാകേഷിന് അറിയാലോ. ഇങ്ങനെയായിരുന്നു ഈ വരുന്ന കാര്യം ഞാൻ അച്ഛനോട് പറയില്ലായിരുന്നു. അച്ഛൻ അറിയാൻ ഞാൻ ബിസിയാണെന്ന്. രാകേഷിന് ബന്ധങ്ങളുടെ വില അറിയില്ല. ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല വളർന്നത്. നിന്റെ ഈ ചീപ്പ് സെന്റിമെന്റ്സ് കള. കമ്പ്യൂട്ടർ സയൻസിൽ 1ാം റാങ്കിൽ പാസ്സായ ഞാൻ ഭാര്യയിൽ നിന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. രാകേഷിനോട് സംസാരിക്കാനുള്ള പാണ്ഡിത്യമൊന്നും എനിക്കില്ല. എന്ത് പറഞ്ഞാലും അവസാനം ഒരു കീഴടങ്ങ്. പിന്നെ ഈ കരച്ചിലും പിടിച്ചിലും കൊണ്ട് കാര്യമൊന്നുമില്ല. ബി പ്രാക്ടിക്കൽ. ഞാൻ ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. ഉയരങ്ങൾ മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ഇന്നേ വരെ അത് പിഴച്ചിട്ടുമില്ല. ഇനി നീ അതിനൊരു തടസ്സമാവുമെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല. മനസ്സിലായല്ലോ?